10,000 ടൺ ദ്രവീകൃതവാതകം എത്തിക്കുന്നതിനാണ് ഖത്തറിലെ റാസ് ഗ്യാസുമായി പെട്രോനെറ്റ് LNG കരാറുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എത്തിക്കുന്ന ദ്രവീകൃതവാതകം ടെർമിനലിലെ കൂറ്റൻ ടാങ്കുകളിലേക്ക് മാറ്റും. 4,200 കോടിയാണ് പദ്ധതിയുടെ മുതൽ മുടക്ക്. വ്യവസായങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ധനം, വൈദ്യുതോൽപാദനത്തിന് ബദൽ സ്രോതസ്, വാഹനങ്ങൾക്ക് മലിനീകരണവും ചെലവും കുറഞ്ഞ ഇന്ധനം എന്നിവയാണ് LNGയുടെ പ്രധാന നേട്ടങ്ങളായി പറയുന്നത്. 5 മില്യൺ ടൺ ശേഷിയാണ് പ്ലാന്റിനുള്ളത്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള പൈപ്പ് ലൈൻ പൂർത്തിയാവാത്തതിനാൽ സംഭരണശേഷിയുടെ 8% മാത്രമേ ഈ വർഷം വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇരു പൈപ്പ് ലൈനുകളും പൂർത്തിയാക്കുന്നതിന് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1 വർഷം കൂടി സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കൊച്ചിയിലെ കെമിക്കൽ പ്ലാന്റുകൾക്കും റിഫൈനറിക്കും LNG നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. 1998-ലാണ് ഗുജറാത്തിലെ ദഹേജിലും പുതുവൈപ്പിലും LNG പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത്. ദഹേജിലെ ടെർമിനൽ 2004-ൽ കമ്മീഷൻ ചെയ്തെങ്കിലും പുതുവൈപ്പിൽ 2007-ലാണ് നിർമ്മാണം തുടങ്ങിയത്. ഏറെ നാളുകൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്ന പദ്ധതി സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തിന് കരുത്തുപകരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1, കൊച്ചി.